students, today we are going to the 8th chapter name Let us walk along the soil. In this chapter we are discussing about soil, then how to form the soil. Next we will study the which types of there in our surroundings of the soil, which types of the things are made in a soil. Okay, so see students, page number 108. Here see, let us walk along the soil. എന്താണ് ഈ ചാപ്റ്ററിൽ ഞങ്ങൾ എന്താണ് സോയിലിനെ കുറിച്ചിട്ടായിട്ട് ഞങ്ങൾക്ക് പഠിക്കാൻ പോകുന്നത്. സോ ഹിയർ സി പേജ് നമ്പർ 108. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് അവർ എർത്ത്. ഞങ്ങളെ ഒരു എന്താണ് അർത്ത് പറയുന്നത് എത്ര ഒരു മനോഹരമാണ്. ഹൗ ലക്കി ടു ബി ബോൺ ഇൻ ദി സോയിൽ. എന്താണ് ഈ മണ്ണിൽ ജനിക്കുന്ന പറഞ്ഞെങ്കിൽ എന്താണ് ഞങ്ങളെ ഒരു പുണ്യമാണെന്ന് പറയുന്നത്. ട്രീസ് ഹൗസസ് ഹോൾഡിംഗ് ദാർ ഹെഡ്സ് ഹൈ ഇൻ ദ സോയിൽ. എന്താണ് ട്രീസ്, അതേപോലെ മരങ്ങൾ, അതേപോലെ ഇത് വീടെല്ലാം നിൽക്കണം പറഞ്ഞെങ്കിൽ എന്താണ് മസ്റ്റായിട്ട് സോയിൽ വേണം. സോ ഹിയർ സി ബട്ടർഫ്ലൈസ് ബീസിങ് ടു സ്നക്ക് സ്വീറ്റ് ഹണി. എന്താണ് ബട്ടർഫ്ലൈ ബീസിങ് ടു സ്നക്ക് സ്വീറ്റ് ഹണി. ഫാർമേഴ്സ് ടോയിലിംഗ് ഹാർഡ് ടു റീപ്പ് ഗോൾഡൻ ഫ്രോം ദ സോയിൽ. എന്താണ് ഫാർമർ മെയിനായിട്ട് എഗ്രികൾച്ചർ ചെയ്യുന്നത് എവിടാണ്? സോയിലല്ല, ഭൂമിയിൽ ലാൻഡിൽ ചെയ്യുന്നതാണ് കൃഷി. അപ്പം മെയിനായിട്ട് കൃഷിക്ക് എന്ത് വേണോ? മസ്റ്റായിട്ട് സോയിൽ വേണം. ന്യൂമറസ് ക്രിയേച്ചേഴ്സ് ക്രൈയിങ് ഔട്ട് ദിസ് ലാൻഡ് ഈസ് അവർ ടു. എല്ലാ ജീവികൾ പറയുന്നത് എന്താണ്? ഇത് ഞങ്ങളെ ലാൻഡാണ് എന്ന്. ലെറ്റ് us play in the soil and grow joyfully sensing the smell of the soil. എന്താണ് ഞങ്ങൾക്ക് എല്ലാ ആൾക്കാർ എന്താണ് ഭൂമിയിൽ ജീവിക്കുന്നതല്ല. സോ ലെറ്റ് us try to know more about the soil. എന്താണ് ഞങ്ങളെ ബ്രീഫായിട്ട് സോയിലിനെ കുറിച്ചിട്ട് പഠിക്കാം. സോ ഹിയർ സി പേജ് നമ്പർ 109. ഉണ്ണിക്കുട്ടൻ ആൻഡ് മണിക്കുട്ടി were playing making mud buns in coconut shell. ആരെല്ലാം കളിച്ചോണ്ടായി? ഉണ്ണിക്കുട്ടൻ ആൻഡ് മണിക്കുട്ടൻ എവിടെ കളിച്ചോണ്ടായി? പുറത്ത് കളിച്ചോണ്ടായി. കോക്കനട്ട് ഷെല്ലിൽ നിന്ന് എന്താണ് ഒരു ബണ്ണ് പോലെ ചെയ്തുകൊണ്ടുണ്ടായി. വീലി ഫില്ലിംഗ് ദ കോക്കനട്ട് ഷെൽ വിത്ത് മഡ്. ഉണ്ണിക്കുട്ടൻ സോ എ തിന്നി ക്രിയേച്ചേഴ്സ് ഇൻ ദ മഡ്. എന്താണ് പക്ഷെ അങ്ങനെ ചെയ്തുകൊണ്ടുണ്ടാവുമ്പോൾ അതിൽ നിന്ന് ചെറിയ ഒരു ക്രിയേച്ചർ, ചെറിയ ജീവി കണ്ടു. ഹി ഷൗട്ടഡ് ഇൻ എ ഫിയർ. ഓൻ വെച്ചായിട്ട് സൗണ്ട് ചെയ്തു. മോം എ സ്നേക്ക്. ഹിസ് മദർ കെയിം റണ്ണിങ്. ഉമ്മ പാഞ്ഞുകൊണ്ടേ വന്നു. എന്ത് പറഞ്ഞത്? ഉമ്മ ഇതൊരു ചെറിയ സ്നേക്ക് ഉണ്ട് എന്ന്. അപ്പൊ ഷേം ഉണ്ണിക്കുട്ടൻ, ദാറ്റ് ഈസ് ആൻ അർത്ത്വർം. ഷേം ഉണ്ണിക്കുട്ടൻ. എന്താണ് അത്? അർത്ത്വർം, മണ്ണിര എന്ന് പറയും. അർത്ത്വർം എ പൂവർ ക്രിയേച്ചർ ഓഫ് ദി സോയിൽ. ഇതൊരു പാവ ജീവിയാണ്. ഡസ് ഇറ്റ് ബൈറ്റ്. ഇത് കടിക്കുന്ന. മണിക്കുട്ടൻ റൈസ് എ ഡൗട്ട്. മണിക്കുട്ടൻ അങ്ങനെ ചോദിച്ചു. നോ നെവർ. ഇറ്റ് ഈസ് എ ലിറ്റിൽ ക്രിയേച്ചർ ദാറ്റ് ഹെൽപ്സ് us. Mother's words were a relief to ഉണ്ണിക്കുട്ടൻ ആൻഡ് മണിക്കുട്ടി. എന്താണ് ഉമ്മ അങ്ങനെ പറഞ്ഞല്ല, അത് ചെറിയ ജീവിയാണ്, അത് ഉപദ്രവ ചെയ്യുന്നതല്ല എന്ന്. സോ അപ്പം എന്താണ് മണിക്കുട്ടിക്ക് അതേപോലെ ഉണ്ണിക്കുട്ടക്ക് റിലീഫ് ആയി. ഓക്കെ, നെക്സ്റ്റ് സി പേജ് നമ്പർ 1010. ഹിയർ സി ഫ്രണ്ട്സ്, ഐ ആം ആൻ അർത്ത്വർം. അർത്ത്വർം പറയുന്ന ഒരു ഇതാണ്, അതിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു ഇതാണ്, സ്റ്റോറിയാണ്. സോ ഐ ആം ആൻ അർത്ത്വർം. ഡോണ്ട് ഐ ലുക്ക് ലൈക്ക് എ സ്മോൾ സ്നേക്ക്. ഞാൻ എങ്ങനെയുണ്ട്? ചെറിയ സ്നേക്ക് പോലെ കാണുന്നു.
ബട്ട് ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് മീ. എന്താണ്, എന്നെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പേടിക്കുന്ന ആവശ്യമേ ഇല്ല. ഹാസ് മൈ നെയിം സജസ്റ്റ് ഐ ലീവ് ഇൻ ദ സോയിൽ. എന്താണ്, മണ്ണീറ എന്ന പേരല്ല. അപ്പം എന്താണ്, ഇത് ഞാൻ ജീവിക്കുന്നത് സോയിൽ തന്നെ. ഐ മൂവ് ബൈ മേക്കിംഗ് സ്മോൾ ഹോൾസ് ഇൻ മോസ്റ്റ് സോയിൽ. വി മൂവ് at least 70 times up and down in the soil in a day. എന്താണ് ആ ഒരു അർത്ഥം? മണ്ണീറ പറയുന്നത് 17 ടൈം മിത്തൊട്ടു താഴോട്ടു പോകുന്നത്. അപ്പം എങ്ങനെ യൂസ് ആവുന്നത് പറഞ്ഞെങ്കിൽ, ദോസ് വി മേക്ക് സ്മോൾ burrows in the soil. This increases the passage of the air through soil. എന്താണ്, അപ്പം എന്താണ്, സോയിലേക്ക് ഞങ്ങൾക്ക് ഓക്സിജൻ വേണമല്ലോ, അതേപോലെ സോയിലേക്ക് ഓക്സിജൻ വേണം. അപ്പം അത് മണ്ണീര അങ്ങോട്ടും ഇങ്ങോട്ടും ആവുമ്പോൾ അതിൽ ഹോൾ ആവുന്നു. അപ്പം അതിലൊന്ന് എന്താണ് എയർ കിട്ടുന്നതെന്ന്. ദ സോയിൽ വി excrete is good manure. It may be because we keep tilling the soil day and night that we are called friends of the farmers. എന്താണ്, ഞങ്ങളെ പകൽ നൈറ്റ് എന്താണ് മണ്ണിലല്ലേ ജീവിക്കുന്നതല്ല. അപ്പം എന്താണ്, ഞങ്ങളെ ഒരു എന്താണ് ഫീൽഡ്സ് ഓഫ് ദ ഫാർമേഴ്സിനെ ഒരു ഫ്രണ്ടാണ്. ഹൗ ഹാപ്പി വി ആർ ടു ബി addresses this way. എന്താണ്, ഞങ്ങളെ ഒരു എന്താണ് ഹാപ്പി ആയിട്ട് ഉണ്ട് ഫാർമറിനെ വെച്ചിട്ട്. ഹൗവെവർ ദ കെമിക്കൽ ഫെർട്ടിലൈസർ ആൻഡ് പെസ്റ്റിസൈഡ്സ് യൂസ് ഫോർ എഗ്രികൾച്ചർ ടുഡേ. എന്താണ്, പെസ്റ്റിസൈഡ് കെമിക്കൽ അങ്ങനെ എന്താണ് സോയിലേക്ക് ഇടുന്നല്ല. അതിനെ കൊണ്ട് പറഞ്ഞെങ്കിൽ ഞങ്ങളെ പ്ലാന്റ് നെല്ലിതാവണമെന്ന് എന്താണ് കെമിക്കൽ ഇടുന്നത്. അപ്പം എന്താണ് അത് കൂടുതലായിട്ട് എന്താവുന്നത്, ഹാവ് പുട്ട് അവർ ലീവ്സ് ഇൻ എ ഡേഞ്ചറിൽ ഞങ്ങൾ ഇടുന്നത്. പക്ഷേ കെമിക്കൽ പെസ്റ്റിസൈഡ് എന്താണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഇതാവുന്നതല്ല, നെല്ലിതല്ല. ഡു യു നോ ഹൗ മച്ച് വി സഫർ ഡ്യൂ ടു ദ പ്ലാസ്റ്റിക് വേസ്റ്റ് ത്രോ എവേ ബൈ യു ടു ദ സോയിൽ. എന്താണ്, ഇപ്പം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവല്ല കുറേ ആൾക്കാർ പ്ലാസ്റ്റിക്കിനെ പുറത്തു ചാടുന്നത്. അപ്പം എന്താണ് സോയിലിൽ പോകുന്നതല്ല. സോയിലിൽ പോയെങ്കിൽ ആ അർത്ഥഭൂമിനെ ജീവിക്കാൻ പറ്റുന്ന ഇല്ല. അത് നെല്ല് സോയിലായെങ്കിൽ നെല്ലിനായിട്ട് ഇതാവും. പക്ഷേ ഇത് പ്ലാസ്റ്റിക് എല്ലാം ഉണ്ടായെങ്കിൽ അതിനെ എന്താവുന്നത് ജീവിക്കാനേ പറ്റുന്നില്ല. So, dear friends, you must at least take the initiative to save our soil. എന്താണ്, എല്ലാവരും സോയിലിനെ സംരക്ഷണ ആക്കാനെ എല്ലാവരും ഇത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. എന്നെ കൊണ്ട് സോയിൽ പറഞ്ഞെങ്കിൽ നല്ലതല്ല. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും എഗ്രികൾച്ചർ ചെയ്യണോ പറഞ്ഞെങ്കിൽ എന്താണ് മസ്റ്റായിട്ട് സോയിൽ വേണം. സോ പ്ലീസ് ലെറ്റ് us ലീവ്. എല്ലാവരും ഇനി ഒന്ന് ഓർമ്മ വെച്ചിട്ട് ഇത് ചെയ്യാന്ന് പറയുന്നത്. വിത്ത് ലവ് യുവർ ഓൺ അർത്ത്വർം. ഇതൊരു എന്താണ് അർത്ത്വർമിനെ കുറിച്ചിട്ടായിട്ട് മണ്ണിറാനെ കുറിച്ചിട്ടായിട്ട് പറയുന്ന ഒരു ഇതാണ്. ഓക്കെ, ഇപ്പം മനസ്സിലായല്ല മണ്ണിര പറഞ്ഞെങ്കിൽ എന്താണ്, വാട്ട് ഈസ് മീൻ ബൈ അർത്ത്വർം, പിന്നെ എങ്ങനെ അത് ജീവിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സി, ഡോണ്ട് യു റീഡ് ദ അർത്ത്വർംസ് ലെറ്റർ. ഒരു ലെറ്ററാണ് ഇത്, നിങ്ങൾ വായിച്ചിനല്ല. സോ വിച്ച് ആർ ദ അതർ ക്രിയേച്ചേഴ്സ് യു ഹാവ് സീൻ ഇൻ ദ സോയിൽ. അപ്പോൾ സോയിലിൽ കുറേ ക്രിയേച്ചേഴ്സ്, കുറേ ജീവികൾ കാണാൻ പറ്റും. സോ ഹിയർ സി എ വോയേഗ ത്രൂ നേച്ചർ. Observe soil and creatures living in it in your premises. എന്ത് ചെയ്യണം, പ്രിമിസസിൽ ഞങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെയുണ്ട്, ഏതെല്ലാം ക്രിയേച്ചേഴ്സ് ഉണ്ടെന്ന് നോക്കണം.
അപ്പോൾ ഐഡൻറ്റിഫൈ ദ ക്രിയേച്ചേഴ്സ് ഇൻ ദ സോയിൽ. റിമെമ്പർ ടു ഫൈൻഡ് ഔട്ട് ദ പ്ലാന്റ്സ് ഗ്രോവിങ് ഇൻ യുവർ സ്കൂൾ പ്രിമീസിയസ് ടു. എങ്ങനെ? അപ്പം ഞങ്ങളെ ഒബ്സർവ് ചെയ്യണം. ഞങ്ങളെ എയിലി പ്ലാൻ പുറത്തോ എന്ത് ഇപ്പം മണ്ണിൽ കുറേ ജീവികൾ ഉണ്ടാവല്ല, അപ്പം അത് കാണുന്നില്ല. അപ്പം ഞങ്ങൾ അതിനെ നോക്കാമെന്ന് പറയുന്നത്. സോ ഹിയർ സി പേജ് നമ്പർ 111. Here see, let us complete the table. There are the one table are there. Here see, creatures and plants. എന്ത്? creature അതേപോലെ plants. ജീവികൾ അതേപോലെ plants. ഏത് ജീവികൾ മണ്ണിൽ ജീവിക്കുന്നത്? So what are those living in a soil? Yes. First one, earthworm. മണ്ണിര എവിടെ ജീവിക്കുന്നത്? living in a soil. So termites ചിതൽ, പിന്നെ ആൻറ്റീഷ്യൻ, കുയി ആണ, ആണ്ട്, മില്ലിപാഡ്, സെൻറ്റിപാഡ്, സ്നേക്ക്, സ്നൈൽ, ഇതെല്ലാം എവിടെ ജീവിക്കുന്നത് പറഞ്ഞെങ്കിൽ അത് ഈ സോയിലിൽ ജീവിക്കുന്ന ചെറിയ ജീവികളാണ്. ഓക്കെ, നെക്സ്റ്റ് സി, ഏത് പ്ലാന്റ്സ് സോയിലിൽ ഇതാവുന്നത്? തുമ്പ. എല്ലാ പ്ലാന്റ്സ് സോയില് എന്ത് ഇതാവുന്നതല്ല, ലീവ് ചെയ്യുന്നത്. അപ്പം എന്താണ്? തുമ്പ, സൗത്തവി, കോക്കനട്ട് പാൽം, മാംഗോ ട്രീ, all trees are living in a soil. Okay, here see, now we will see the creatures and plants we will see. Next, how many are the creatures and plants in the soil? എന്താണ്? ഞങ്ങളെ മണ്ണിൽ എത്ര ക്രിയേച്ചേഴ്സ് ജീവികൾ അതേപോലെ പ്ലാന്റ്സ് സസ്യങ്ങൾ, കുറേ സസ്യങ്ങൾ മണ്ണിൽ ജീവിക്കുന്നതാണ്. സോ there may be even more creatures and plants that we haven't you noticed. Many microorganisms invisible to the naked eyes also live in the soil. എന്താണ്? കുറേ ജീവികൾ ഇതിലുണ്ട്, മണ്ണിൽ ജീവിക്കുന്നതല്ല. അപ്പം എന്താണ്? ഞങ്ങൾക്ക് മണ്ണിൽ കാണാൻ പറ്റുന്നില്ല. എന്തേ കാണാൻ പറ്റുന്നില്ല? അത്ര അത് മൈക്രോ ഓർഗനിസമാണ്, ചെറിയ ജീവികളാണ്. അപ്പം എയിലെ നോക്കിയെങ്കിൽ കാണൂ, മൈക്രോസ്കോപ്പിൽ കണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് കറക്റ്റായിട്ട് കാണും. ഓക്കെ, സോ ഹിയർ സി, we also live in the soil where there are numerous known and unknown creatures and plants. എന്നാൽ ഞങ്ങളുടെ ചുറ്റുപാട് കുറേ സോയിലിൽ ജീവിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ഓക്കെ, ഹിയർ സി, how was the soil around us formed? എങ്ങനെയാണ് സോയിൽ ഫോം ആയത്? സോ ഉണ്ണിക്കുട്ടൻ ആൾസോ ഹാഡ് ദിസ് ഡൗട്ട്. ഉണ്ണിക്കുട്ടൻക്ക് ഒരു ഡൗട്ട് ഉണ്ട്. എന്ത് ഡൗട്ട്? മണിക്കുട്ടി rubbed two stones together and collected the soil particles that fell down on a pieces of the paper kept below. എന്ത് ചെയ്തു? ഉണ്ണിക്കുട്ടൻക്ക് ഡൗട്ട് പറയുന്നത് എങ്ങനെയാണ് സോയിൽ ഫോം ആവുന്നത്. അപ്പം ഓളെന്ത് ചെയ്യുന്നത്? 2 സ്റ്റോൺ എടുത്തിട്ട് റബ്ബ് ചെയ്യുമ്പോൾ അതിൽ താഴത്തെ എന്ത് വീഴുന്നത്? സോയിൽ പൊടിയായിട്ട് സ്റ്റോൺ പൊടിയായിട്ട് താഴോട്ട് വീഴുന്നത്. അപ്പം എന്താവുന്നത് നോക്കാം. അതാണ് 2 സ്റ്റോണ് റബ്ബ് ചെയ്യുമ്പോൾ താഴോട്ട് വീഴുന്നതല്ല, അതാണ് സോയിൽ. ഓക്കെ, സോ ലുക്ക് ഉണ്ണിക്കുട്ടൻ, ഡോണ്ട് ദീസ് സ്റ്റോൺ പാർട്ടിക്കിൾസ് ലുക്ക് ലൈക്ക് ദ സോയിൽ പാർട്ടിക്കിൾസ് അറൗണ്ട് us? ഓൾ പറയുന്നത് ഇതേപോലെ ഞങ്ങളെ സോയിൽ ഉണ്ടാവുന്നതല്ല. So, do stone break into smaller particles to form soil? ഉണ്ണിക്കുട്ടൻ asked. അപ്പം ഉണ്ണിക്കുട്ടൻ പറയുന്നത് വലിയ അല്ലെങ്കിൽ ചെറുത് സ്റ്റോണുകൾ എന്താണ് ബ്രേക്ക് ആയിട്ടേ എന്താവുന്നത്? സോയിലാവുന്നതെന്ന് അല്ല ഓലോട് ചോദിക്കുന്നത്. അപ്പം യെസ്, സ്റ്റോൺ ആൻഡ് റോക്സ്
break into small particles to form the soil. Teachers taught me so. എന്താണ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായി? എന്താണ്? സ്റ്റോണോ അതേപോലെ റോക്ക് ബ്രേക്കായിട്ട് കട്ടായിട്ട് അതിൽ നിന്ന് ആവുന്നതേ സോയിൽ. എങ്ങനെ ഫോം ആവുന്നത് സോയില്? ബ്രീക്ക് അല്ലെങ്കിൽ സ്റ്റോണ് അല്ലെങ്കിൽ ഏതായെങ്കിൽ വലിയ റോക്ക് പോലെ ഉണ്ടാവുന്ന സാധനങ്ങൾ ബ്രേക്കായിട്ട് ആവുന്നത് എന്താണ്? സോയിൽ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് വി ആർ സി പേജ് നമ്പർ 112. Here see formulation of the soil. How to formulation of the soil. Here see page number 112. Soil is formed by the breaking down of the stone and rocks. എങ്ങനെയാണ് സോയിൽ ആവുന്നത്? സ്റ്റോണോ അതേപോലെ റോക്ക് ബ്രേക്ക് ആയിട്ട് ആവുന്നത് സോയിൽ. They break due to the sun heat. എങ്ങനെ അത് ബ്രേക്ക് ആവുന്നത്? സ്റ്റോണോ അതേപോലെ റോക്ക് എങ്ങനെ ബ്രേക്ക് ആവുന്നത് പറഞ്ഞെങ്കിൽ they break due to the sun's heat, wind, rain and fraction. എങ്ങനെയല്ല സ്റ്റോണോ അല്ലെങ്കിൽ റോക്ക് കട്ടാവുന്നത് പറഞ്ഞെങ്കിൽ സണ്ണിൻ്റെ ഹീറ്റ് കൂടുതലായിട്ട് വീണെങ്കിൽ കട്ടാവും, അല്ലെങ്കിൽ വിൻഡ് കാറ്റ് വരുമ്പോൾ വീണിട്ട് കട്ടാവും. അതേപോലെ കൂടുതലായിട്ട് റൈൻ വരുമ്പോൾ നിങ്ങൾക്കറിയാമല്ല, വലിയ ഫോറസ്റ്റ് എല്ലാം ഉണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്ന് എന്താണ് വീണിട്ട് അത് ലാസ്റ്റ് ആവുന്നത് സോയിൽ. സോ നെക്സ്റ്റ് ഫ്രാക്ഷൻ ഉർസൽ. അത് അങ്ങനെ ആയെങ്കിൽ എന്താണ് ഇത് സോയിൽ ആവുന്നത്. ഓക്കെ, ദിസ് ഡസ് നോട്ട് ഹാപ്പൻ ഇൻ എ ഡേ ഓർ ടു ബട്ട് ഇൻ എ സെവറൽ ഇയേഴ്സ്. എന്താണ്? പക്ഷേ അത് ഇന്നായിട്ട് നാലാവുന്ന ഒരു മെത്തേഡല്ല. അതെന്താണ്? കുറേ ഇയേഴ്സ് നിന്ന് വലിയ സ്റ്റോണാ അല്ലെങ്കിൽ റോക്സിൻ്റെ കാട്ട, സണ്ണിൻ്റെ ഹീറ്റാ, ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിൻഡ് അങ്ങനെ വന്നപ്പോൾ എന്താണ്? സ്റ്റോണിൻ്റെ ചെറുത് ആയിട്ട് എന്താവുന്നത്? സോയിൽ ആവുന്നത്. സോ സിമിലർലി ഇൻ സെവറൽ ഇയേഴ്സ് ദ സോയിൽ ഹാർഡൻസ് ആൻഡ് ഫോംഡ് റോക്സ്. കുറേ ഇയർ ആയിട്ട് എന്താവുന്നു? ഒരു സ്റ്റോണ് ഇങ്ങനെയുണ്ട്, അത് കുറേ ദിവസം ഗട്ടി ആയിട്ട് എന്താവുന്നത്? ഹാർഡൻ ആയിട്ട് എന്താവുന്നത്? അത് ഒരു റോക്ക് ആവുന്നത്, പാറ എന്ന് പറയും. ഓക്കെ, നൗ യു ആർ ക്ലിയർ? നോ, വി ആർ സ്റ്റഡി ദ how to formulation of the soil. Next we see when his father came in the evening, ഉണ്ണിക്കുട്ടൻ asked. എന്താണ്? ഉണ്ണിക്കുട്ടൻ്റെ ഫാദർ ബൈറ്റ് വന്നു. ഫാദർ, when we went to Appu Chetan house, we saw red soil there, and at the seashore we saw fine sand. Why is it so? എന്താണ് ഉണ്ണിക്കുട്ടൻ ചോദിക്കുന്നത്? ഞങ്ങളെ അപ്പു ചേട്ടൻ്റെ ഹൗസിൽ വീട്ടിലേക്ക് പോയിട്ടുണ്ടായല്ലോ. അപ്പം എന്താണ്? ഞങ്ങൾ കുറേ വിധത്തിൻ്റെ സോയിൽ കണ്ടിട്ടുണ്ടായി. ഏത്? റെഡ് സോയിൽ, അതേപോലെ സാൻഡ്, അങ്ങനെ കുറേ വിധത്തിലുണ്ട്. അപ്പം ഓൻ ചോദിക്കുന്നത് അത് എന്തെ കൊണ്ടങ്ങനെയെന്ന്. His father smiled and replied, all the soil that we see around us is not of the same kind. We can see some differences. എന്താണ്? ഞങ്ങളെ ചുറ്റിപ്പാടിൽ ഉണ്ടാവുന്ന സോയിൽ ഒരേപോലെയല്ല, ഡിഫറെൻറ്റ് ടൈപ്സിൻ്റെ സോയിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഏതെല്ലാം സോയിൽ ഉണ്ടെന്ന് വി സി. സോയിൽ
What types of the soil is found in your locality? ഞങ്ങളെ ലൊക്കാലിറ്റിയിൽ ഏതെല്ലാം വിവിധ തരത്തിൻ്റെ സോയിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞെങ്കിൽ is the soil in your locality the same as the soil in a different places you see when you travel? എന്താണ് നിങ്ങൾ ട്രാവൽ ഒരു പ്ലേസിൽ നിന്ന് വേറെ പ്ലേസിലേക്ക് പോകുമ്പോൾ എന്താണ് കുറേ വിധത്തിൻ്റെ സോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ സോയിൽ ഈസ് ഓഫ് എ ഡിഫറെൻറ്റ് ടൈപ്പ്. സോയിൽ പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പിൽ ഉണ്ട്. സോയിൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു അലൂവിയൽ സോയിൽ, സാൻഡ്, റെഡ് സോയിൽ, ക്ലേ ആൻഡ് ബ്ലാക്ക് സോയിൽ. ഏതെല്ലാം സോയിൽ ഉണ്ട്? അലൂവിയൽ സോയിൽ, സാൻഡ്, റെഡ് സോയിൽ, ദെൻ ക്ലേ ആൻഡ് ബ്ലാക്ക് സോയിൽ. സോ എന്താണ് ഈ വിധത്തിലുണ്ടല്ല ഏതാണെന്ന് നോക്കാം. അലൂവിയൽ സോയിൽ ഈസ് ദ ടോപ്പ് സോയിൽ ദാറ്റ് ഈസ് ക്രൈഡ് എവേ ദ വാട്ടർ ആൻഡ് സെൻഡിമെൻറ്റഡ് എറ്റ് എ പ്ലേസസ്. എന്താണ് പറഞ്ഞെങ്കിൽ അലൂവിയൽ സോയിൽ പറഞ്ഞെങ്കിൽ എന്താണ്? മേൽ മണ്ണെന്ന് പറയും. അതേപോലെ സാൻഡ് ഈസ് എ മൈൻലി made up of a tiny garnets. Okay, next soil in a red color is a red soil. Red color ഉണ്ടാവുന്ന soil എങ്ങനെ പറയുന്നത്? red soil. Next clay soil is a soil that is a slicky. പറഞ്ഞെങ്കിൽ clay പറഞ്ഞെങ്കിൽ എന്ത്? ഒരു മാതിരി സ്ലിക്കി ഉണ്ടാവുന്ന സോയിലാണ്. Black soil is a soil seen as black garnets. എന്താണ്? Soil is a soil seen as black garnets. പറഞ്ഞെങ്കിൽ ബ്ലാക്ക് സോയിൽ പറഞ്ഞെങ്കിൽ ഒരു ബ്ലാക്ക് കളറായിട്ട് ഉണ്ടാവുന്ന സോയിൽ എന്താണ്? ബ്ലാക്ക് സോയിൽ. ഓക്കെ, നൗ വി ആർ സ്റ്റുഡി നോ which four types of the soil are there? Alluvial soil, then sand, then red soil, then black soil are there in our surroundings, then clay also. Okay, this much clear no all students? In this chapter we are discussing what? Yes, how to formulate the soil, then which types of the soil are there in our surroundings. Okay students, we will continue the next class. Okay.